ലോക്സഭാ ഇലക്ഷൻ ഉടനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ റെഡിയായി കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ ശബരിമല മണ്ഡലം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ നമ്മളോടൊപ്പം ഉള്ളത് ആൻ്റോ ആൻ്റണിയാണ്, പത്തനംതിട്ട ജില്ലയിലെ മുൻ MP. നമസ്കാരം. അതായത് ആൻ്റോ ആൻ്റണിയെ കാണാനില്ല 10 വർഷമായിട്ട് എന്നാണ് ഇവിടെ ഇപ്പം CPMൻ്റെ സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക് പറയുന്നത്. എന്താണ് എനിക്ക് പറയാനുള്ളത്? അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു പ്രസൻസ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും. ഞാനിവിടെ 15 വർഷമായി ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അവരോടൊപ്പം നിന്ന ആളാണ്. അതുകൊണ്ടാണ് വളരെ കടുത്ത മത്സരങ്ങളുണ്ടായിട്ടും ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും എന്നെ വിജയിപ്പിക്കുന്നത്. അത് ഇവിടുത്തെ കാർഷിക മേഖലയാണെങ്കിലും പ്രവാസികളാണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും ഇവിടുത്തെ നാട്ടിൽ കൊണ്ടുവന്ന വികസന പദ്ധതികളാണെങ്കിലും ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് നൽകുന്ന പിന്തുണ. അതായത് കിഫ്ബി വഴി കേരളത്തിൽ വികസനം കൊണ്ടുവന്ന മഹാനായ ബുദ്ധിമാനായ നേതാവാണ് നമ്മുടെ തോമസ് ഐസക്. അദ്ദേഹത്തെക്കുറിച്ച് പേഴ്സണലായിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളൊന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കിഫ്ബി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത് ഇന്ന് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 5 വർഷക്കാലം അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടം കേരളത്തിന് ഇതുപോലെ ദ്രോഹം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ എന്തെങ്കിലും വികസനങ്ങൾ നടന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിൽ വികസനം നടന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്, കൊച്ചിൻ മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞ ഹാർബർ, അതുപോലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഈ സംസ്ഥാനത്തെ മുഴുവൻ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും തങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു സ്പർശം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇത്രയേറെ വിപുലമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും 275 പുതിയ പാലങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ പുതിയ റോഡുകൾ, ഇതെല്ലാം ചെയ്തിട്ടും ഉമ്മൻചാണ്ടി ഭരണം കഴിഞ്ഞിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ പൊതുക്കടം എന്ന് പറയുന്നത് കഴിഞ്ഞ 60 വർഷത്തെ കടമെന്ന് പറയുന്നത് 1,32,000 കോടി ഉറപ്പിക്കുകയാണ്. 5 വർഷം കൊണ്ട് ഈ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടം കൊണ്ട് അഡീഷണലായി കേരള ഗവൺമെൻറ് എടുത്തത് 3 ലക്ഷം കോടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുക്കടം 4,32,000 കോടി ഉറപ്പിക്കുക കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയിൽ 1.5 ലക്ഷം ഉറുപ്പിക കടബാധ്യതയാണ്. അപ്പോൾ ഈ കടബാധ്യതയുടെ പുറമെയാണ് കിഫ്ബിക്ക് വേണ്ടി എടുത്ത ബാധ്യതകൾ. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പരിധിയിൽ വരുന്നതാണ്, സംസ്ഥാന ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ടുള്ള ബാധ്യതയിൽ വരുന്നതാണ് എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അതോടെ കടം വീണ്ടും കൂടി. കേരളത്തിലൊന്നും നടന്നില്ല. കേരളത്തിൻ്റെ സമസ്ത മേഖലയും തകർത്തു. എത്രയോ വാഗ്ദാനങ്ങൾ അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞു. പത്തനംതിട്ടയ്ക്ക് 7,000 കോടി, ഇടുക്കിക്ക് 12,000 കോടി, വയനാട് പാക്കേജ്, കുട്ടനാട് പാക്കേജ്, KSRTC ലാഭത്തിലാകും, 15 ഉറുപ്പികയ്ക്ക് കോഴി കൊടുക്കും. ഒരാൾക്ക് ഇപ്പോഴത്തെ കോഴിയുടെ കോഴി ഇറച്ചി ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്തെങ്കിലും ഒരു കാര്യം നടന്നു. ഇത്രമാത്രം വാഗ്ദാനം കൊടുത്ത് ആളുകളെ കബളിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട നടക്കുന്ന വലിയ പ്രചാരണമാണ്. 50,000 പേർക്ക് ജോലി കൊടുക്കും. ജോബ് സ്റ്റേഷൻ തുടങ്ങുക എല്ലാ പഞ്ചായത്തിലും. ഇദ്ദേഹം 10 കൊല്ലം ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 10 പേർക്ക് ഇയാളുടെ സ്വന്തം നിയമമണ്ഡലത്തിൽ തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത ഒരാൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയും. എന്തൊരു ആത്മവഞ്ചനയാണ്. ഇപ്പോൾ ഇവിടെ അർഹതയുള്ള ആളുകൾ, വലിയ യോഗ്യതയുള്ള ആളുകൾ PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് അവർ PSC റാങ്ക് ഹോൾഡേഴ്സാണ്. അവർക്ക് നിയമനം ഉറപ്പായും കിട്ടേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിന് മുകളിൽ റീത്ത് വെച്ച് കിടക്കുന്നു, മുട്ടാലൊഴിയുന്നു, പൊട്ടിക്കരയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ആ നാട്ടിൽ അവർക്കൊരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാതെ ഇവിടെ വന്ന ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്
വലിയ ദുഃഖകരമാണ്. അതായത് താങ്കളുടെ കണക്കിൽ പ്രകാരം 4,37,000 കോടി രൂപ എന്ന് പറയുമ്പോൾ പ്ലസ് കിഫ്ബി വഴി എടുത്ത ലോണുകളും കൂട്ടുമ്പോൾ 4,77,000 5 ലക്ഷം കോടിയുമാണ് കേരളത്തിൻ്റെ കടം. അങ്ങനെ ആകുമ്പോൾ ഒരു ആൾ ജനിച്ചു വീഴുന്നൊരു കുട്ടിയുടെ തലയിൽ 1,00,000-ൽ മേലെ ഭാരം വെച്ചിട്ടാണ് നമ്മുടെ തോമസ് ഐസക് പത്തനംതിട്ടയ്ക്ക് വന്നു എന്നല്ലേ അങ്ങ് പറയുന്നത്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? അതൊരു വലിയ ക്രൂരതയല്ലേ, ഒരു നാടിനോട് ചെയ്ത ക്രൂരതയല്ലേ, ഇത്രയും വലിയ ബാധ്യത. ഇത് തീരുമാനം കൈക്കൊണ്ട് ഇദ്ദേഹമാണെങ്കിൽ ഇത് അനുഭവിക്കുന്നത് ആരാണ്? ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അങ്ങനെയുള്ള നിരവധിയായ വികലാംഗ പെൻഷൻ, അങ്ങനെയുള്ള നിരവധിയായ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ വികസനം മുഴുവൻ മരവിച്ചു. കോൺട്രാക്ടർമാർക്ക് 10,000-കണക്കിന് കോടി രൂപ കൊടുക്കാൻ കിടക്കുന്നു. അവരാരും ഒരു ചെറിയ പണി പോലും ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നു. KSRTC, പബ്ലിക്കിൻ്റെ സാധാരണക്കാരുടെ യാത്രാവാഹനം എന്ന് പറഞ്ഞാൽ KSRTC അല്ലേ, അത് പൂട്ടാൻ പോകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാട് കുട്ടിച്ചോറായി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ നടപടികൾ കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയില്ലേ. അതായത് തോമസ് ഐസക് ആണ് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചത് എന്നാണ് അങ്ങ് പറയുന്നത്. 100% മുച്ചൂടും നശിപ്പിച്ചത്. കാരണം ഇപ്പോൾ ഒരു കുട്ടിയൊരു കുടുംബത്തിലുണ്ടായാൽ അഡീഷണൽ 1.5 ലക്ഷം രൂപ ബാധ്യത അവൻ്റെ നിലയിൽ വരിക. ഗർഭിണികളെ പ്രസവിക്കാൻ പഠിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിദേശത്തേക്ക് പോയ സ്ഥലം പത്തനംതിട്ടയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ജീവിക്കാൻ മാർഗമില്ല, തൊഴിലവസരമില്ല. ഇവിടെ അവർക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ബാംഗ്ലൂരോ ചെന്നൈയോ ഹൈദരാബാദോ ഇന്ത്യയിലെ ഏതെങ്കിലും കോർപ്പറേറ്റ് സിറ്റിയിൽ പോകണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം. കാരണം ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള ഒന്നും, ഇവിടുത്തെ സമസ്ത മേഖലയും തകർത്തില്ലേ. കാർഷിക മേഖല തകർന്നു, ചെറുകിട വ്യവസായങ്ങൾ തകർന്നു, ഇവിടുത്തെ തൊഴിൽ മേഖല തകർത്തു. ഇവിടെ വെട്ടിനിരത്തൽ സമരത്തിലൂടെ ഇവിടെ പാവപ്പെട്ട സാധാരണ കൃഷിക്കാർക്ക് അവർക്ക് കൃഷിയിൽ നിന്നൂടെ അവർ പിന്മാറി. മലയോര മേഖലയിലാണെങ്കിൽ കാട്ടാന, കാട്ടുപന്നി, പിന്നെ കടുവ, പുലി, പിന്നെ കുരങ്ങൻ, വിഷപ്പാമ്പുകളുടെ കൂടാണ്. അങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അവർ ജീവനം കൊണ്ട് പാലായനം ചെയ്യുകയാണ്. അപ്പം കഴിഞ്ഞ സെൻസസിൽ ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ ഏക പിന്നെ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ബാക്കി എല്ലാ ജില്ലയിലും 25 വർഷം കൂടുമ്പോഴുള്ള സെൻസസിൽ ജനസംഖ്യ കൂടി. അത് കുറഞ്ഞ ഏക ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയെ ഇങ്ങനെ തകർക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ. അതായത് ഏകദേശം 37% ആളുകൾ വിദേശത്തേക്ക് കടക്കുന്നു. ഇപ്പോൾ ഉള്ള പല കോളേജുകളിലും വിദ്യാർത്ഥികളില്ല, 37% കുട്ടികളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത്. വിദേശത്തേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിത്തീരും? അല്ല, എൻ്റെ കാലഘട്ടത്തിൽ, ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കേരളം അറിയുന്ന ഒരു നേതാവായിരുന്ന വ്യക്തി എന്നോടൊരിക്കൽ വ്യക്തിപരമായ സൗഹൃദ ബന്ധത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരിക്കൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി, അവിടുത്തെ SFIക്കാർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആയുധ ശേഖരം ഞാൻ കണ്ടു, ഞാൻ ഞടുങ്ങിപ്പോയി. എന്നോട് ആരെങ്കിലും വ്യക്തിപരമായി എൻ്റെ കുട്ടിയെ എവിടെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ കേരളത്തിൽ പഠിപ്പിക്കരുത് എന്ന് ഞാൻ അവരോട് ശുപാർശ ചെയ്യുമെന്ന് ഒരു ഇടതുപക്ഷ നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അതിന്ന് കേരളത്തിലെ യാഥാർത്ഥ്യ. ക്യാമ്പസുകൾ മുഴുവൻ മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിലായി. അവിടെയെല്ലാം അവിടെ പിന്നെ പരീക്ഷ എഴുതാതെ പാസ്സാകാം, അവിടെ ഉത്തരക്കടലാസുകൾ ഉണ്ടാക്കാം, അവിടെ പിന്നെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാം. യൂണിവേഴ്സിറ്റി തട്ടിപ്പാകുന്നു, കോളേജ് തട്ടിപ്പാകുന്നു, പരീക്ഷ തട്ടിപ്പാകുന്നു. ഇതെല്ലാം ഈ കൊള്ളസംഘം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പഠിച്ചൊരു ഡിഗ്രി എടുത്തിട്ട് എന്ത് കാര്യം? ഈയിടെ ഗൾഫിലുണ്ടായൊരു വിഷയം അറിയുമോ? ഇവിടുത്തെ ഈ മാർക്ക് തട്ടിപ്പ് കേസുകളെക്കുറിച്ചുള്ള നിരന്തരമായ വാർത്ത വന്നപ്പോൾ ഗൾഫിലെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഗൾഫിലെ ഭരണകൂടങ്ങൾ തീരുമാനമെടുത്തു. അപ്പം നേരത്തെ ഇവിടെ വന്ന് പഠിച്ച് ഉന്നതമായ ബിരുദം നേടി അത് പിന്നെ റാങ്ക് ഹോൾഡേഴ്സൊക്കെയായി മാറി വിദേശത്ത് പോയി 10-20 വർഷമായി ജോലി ചെയ്യുന്ന ധാരാളം അധ്യാപകരുണ്ട്, പല ജോലി ആളുകളുണ്ട്. അവരന്ന് പഠിച്ച പല യൂണിവേഴ്സിറ്റികളും ഇന്ന് നിലനിൽക്കുന്നില്ല. അവരന്ന് പഠിച്ച പല കോളേജുകളും ഇന്ന് ഇല്ല, പലതും പേര് മാറിയിരിക്കുന്നു. അപ്പോൾ ആധുനികമായിട്ട് ഇപ്പോൾ അവരുടെ വെരിഫിക്കേഷൻ വേണ്ടി അയക്കുമ്പോഴത്തേന് ഇതിൽ പല സ്ഥാപനങ്ങളും ഇല്ല. യഥാർത്ഥത്തിൽ അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോയ ആളുകളാണ്. എന്ത് ചെയ്തു? ഈ അധ്യാപകരെ കൂട്ടത്തോടെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു.
കാരണം അവർ അറിയാത്ത തെറ്റിനാണ് അവരെ, കാരണം ഇവിടെ ഉണ്ടായ വാർത്തകളിലൂടെ ഈ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ഡിഗ്രി എല്ലാം വ്യാജമാണ് എന്ന വാർത്ത വിദേശത്ത് വന്നപ്പോൾ അവരെടുത്ത നടപടിയുടെ ദുരന്തം പേറേണ്ടി വന്നതാണ്. അവസാനം ഇവർ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരെ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അത് സംബന്ധമായിട്ട് അതിൻ്റെ ജെനുവിനിറ്റിയും ഇതിൻ്റെ വെരിഫിക്കേഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ആ കാര്യങ്ങൾ ഞാനത് വിദേശ മന്ത്രാലയം വഴി ഞാനത് എംബസി വഴി അവിടെ എത്തിച്ചു കഴിഞ്ഞാണ് അവർക്ക് ജാമ്യം കിട്ടുന്നത്. എത്ര പേരാണ്? 10-27 പേരെയാണ് ഈ ജില്ലയിൽ തന്നെ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അവർ ചെയ്യാൻ എന്താ കാരണം? ഇവിടെ നടക്കുന്ന ഈ മാർക്ക് ലിസ്റ്റ് തട്ടിപ്പ്, വ്യാജ ഡിഗ്രികൾ, അവിടെ പഠിക്കാതെ പരീക്ഷ എഴുതി പാസ്സാകുന്നത്, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിട്ട് എഴുതുന്നത്, വൈസ് ചാൻസലർമാരുടെ ഒപ്പിട്ട ഒന്നും എഴുതാത്ത സർട്ടിഫിക്കറ്റുകളും അവരുടെ ഒപ്പിടുന്ന സർട്ടിഫിക്കറ്റുകളും എല്ലാം ഇവരുടെ കയ്യിലാണ്. ഞാൻ ചോദിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസം തകർത്തില്ല. ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും പത്തനംതിട്ട നാളെ മാതാപിതാക്കൾ മാത്രമുള്ള വീടുകളായി മാറുന്നു, ഒരു പ്രത്യേക ശോകമുഖമായ വീടുകളായി മാറുന്നു എന്നതല്ലേ വരുന്നത്? അല്ല, ഇപ്പം പത്തനംതിട്ടയിലെയും കേരളമൊക്കെ ഒരു ഓൾഡ് ഏജ് ഹോമായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഇവിടെ വീട് അടച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അടച്ചിട്ട വീടിന് നികുതി കുത്തിയ ഒരു ഗവൺമെൻറ് അല്ല. ഇവിടെ ഒരു രക്ഷയില്ല ജീവിക്കാമെന്ന് വെച്ച് വീട് അടച്ചിട്ട് കിട്ടുന്ന തൊഴിലിന് വേണ്ടി വിദേശത്ത് പോകുന്നവരുടെ അടച്ചു കിടക്കുന്ന വീടിന് നികുതി ഏർപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? എന്നുവെച്ചാൽ ഈ പോകുന്ന ആളുകളുടെ പുറകെ പോയി ഉപദ്രവിക്കില്ലേ? ഈ കിഫ്ബി വഴി ഇവിടെ വലിയ വികസനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. കിഫ്ബിയെ കുറിച്ചിട്ട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഒരു തട്ടിപ്പ് സംഘം. കാരണം ഇവരൊക്കെ നടത്തിയ ഇടപാടുകളെ കുറിച്ചൊന്നൊരു അന്വേഷണം നടത്തണ്ടേ? ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ 7% വായ്പ കിട്ടുന്ന ഒരു സമയത്താണ് ഇൻ്റർനാഷണൽ ഫണ്ടിങ് എത്ര ശതമാനത്തിന് അവരെടുത്ത്? അപ്പം പിന്നെ ഇൻ്റർനാഷണൽ ഫണ്ടിങ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി വായ്പ എടുത്ത് എത്ര ശതമാനത്തിന്? 1.5%. കേരളത്തിൽ ഇതിനു മുമ്പ് ഇൻ്റർനാഷണൽ ഫണ്ടുകൾ റിസീവ് ചെയ്തിട്ടുള്ള എത്രയാണ്? 1.5%, 2%-ൊക്കെയാണ് കേരളം ഇതെടുത്തിട്ടില്ല. ഇത് ഈ മസാല ബോണ്ടെന്നും പറഞ്ഞെടുത്ത് എത്ര ശതമാനത്തിനാണ്? 9.4% മുതൽ 10% മുകളിലേക്ക് വന്ന പിന്നെ വായ്പകളാണ് എടുത്തത്. ഇത് കേരളത്തിലെ ജനങ്ങളല്ലേ ഇതിൻ്റെ ഈട്. ഇതിൻ്റെ പിന്നെ ഫൈനാൻഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്നത്, അതിൻ്റെ സോൾ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കേരള ഗവൺമെൻറ് അല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്. കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരാണ്. ഇവിടുത്തെ 3,40,00,000 ജനങ്ങളല്ലേ, അവരെ ഈട് വെച്ചാണ് ഈ വായ്പ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ, തോമസ് ഐസക്കിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മസാല ബോണ്ടിൻ്റെയും കിഫ്ബിയുടെയും പേരിലുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് നോട്ടീസ്. അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് മുമ്പാകെ ഹാജരാവാതെ കോടതിയെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് അതിനെപ്പറ്റി പറയുന്നത്? അല്ല, അത് അവരുടെ നിയമം നോക്കട്ടെ. കാരണം എന്തായാലും നോട്ടീസ് അയച്ചിരിക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടാണല്ലോ. നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. കോടതിക്ക് ഹാജരായി അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ മറുപടി പറയല്ലേ വേണ്ടത്. അല്ല, കോടതിയിൽ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് മുമ്പാകെ ഹാജരാവാതിരിക്കാൻ അദ്ദേഹം കോടതിയെ ഹർജി കൊടുത്ത് അത് സ്റ്റേ വാങ്ങാനുള്ള നടപടിയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുന്നത്? അല്ല, കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനു ഭയപ്പെടണം? ഏത് അന്വേഷണ ഏജൻസിന് മുന്നേ പോകുന്നതിനും എന്തിനാ ഭയപ്പെടുന്നു? അപ്പോൾ കൈകൾ ശുദ്ധമാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. താങ്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികളാണ് ഇവിടെ ഉള്ളതെന്ന്. ഉമ്മൻചാണ്ടി കാലത്തെ പദ്ധതികളും അതിന് ശേഷം വന്ന പദ്ധതികളും ഒന്ന് കമ്പയർ ചെയ്ത് പറയാമോ? യഥാർത്ഥത്തിൽ ഞാനൊരു രാഷ്ട്രീയ അല്ലാതെ പറയട്ടെ, യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും കേരളത്തിലുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹമാണ് പാവങ്ങൾക്ക് വേണ്ടി നിന്നത്, അദ്ദേഹമാണ് സാധാരണക്കാർക്ക് വേണ്ടി നിന്നത്, അദ്ദേഹമാണ് കൃഷിക്കാർക്ക് വേണ്ടി നിന്നത്. ഒരു കുടുംബത്തിൽ ഒരു രോഗം വന്നാൽ തകർന്നു പോകുന്ന കുടുംബങ്ങൾക്കെല്ലാം അത്താണിയായി എത്ര കോടി എത്ര ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ആശ്വാസമായത്. കാരുണ്യ പദ്ധതിയാകട്ടെ, കൊംപ്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാകട്ടെ, അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ. ഇന്ന് ആ പദ്ധതി എവിടെയെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടൊരു നിവേദനം ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നവകേരള യാത്ര ഉണ്ടായിരുന്നു. നവകേരള യാത്രയിലെ സ്റ്റേജും ജനങ്ങളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഇത് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി ഞങ്ങളൊക്കെ കൂടെ നിന്ന ആളുകളാണ്. രാവിലെ 7:30 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7:30, 8 മണി, 9 മണി, 24 മണിക്കൂർ, 26 മണിക്കൂർ കുടിവെള്ളം പോലും കഴിക്കാതെ നിന്ന കാലിൽ നിന്ന് ഇങ്ങനെ ഒരു കൂടെ നിന്ന് ഞങ്ങളൊക്കെ തളർന്നു പോയി. പക്ഷേ അദ്ദേഹം ഈ ഓരോ പാവപ്പെട്ട ആളുകളെ കാണുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താതെ ഒരു കുടിവെള്ളം പോലും കഴിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അതുപോലെ ഒരു മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ ജനകീയ കേരള സദസ്സ്. ഇത് ആർക്ക് വേണ്ടിയായിരുന്നു?
ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു അപേക്ഷ എന്തിനാണ് പറയുന്നത്? ഈ പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ ആളുകളുടെ ഏക ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ റബ്ബറാണ്. ആ റബ്ബറിനെ കുറിച്ച് ഒരു ന്യായമായ ആവശ്യം അവിടുത്തെ MP പറഞ്ഞപ്പോൾ അയാളെ പരസ്യമായിട്ട് അവമാനിച്ചില്ലേ? ആ പാർട്ടിക്കാരനായ മന്ത്രിയെയും ചെയർമാനെയും പറഞ്ഞു വിട്ട് പ്രസംഗം പറഞ്ഞില്ലേ? എന്തൊരു അപമാനമാണ്. അപ്പം ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് റബ്ബറിനെ കുറിച്ച് പറയുന്നത്? അത് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിക്ക് പോലും പറയാൻ അവസരം കൊടുക്കാത്ത പിന്നെ എന്ത് ജനകീയ സദസ്സാണ്? കാരണം സെക്രട്ടേറിയറ്റിലെ തിരുവനന്തപുരത്തൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ ഇരുന്നാലും കാലണ ഖജനാവിലില്ല. ഖജനാവിൽ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ പൂച്ച പറ്റി കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയാണ് ഖജനാവിന്. അപ്പോൾ അത് എത്തിച്ചതിൻ്റെ മുഖ്യ ഉത്തരവാദി ഈ ബാലഗോപാലാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ മുഖ്യ ഉത്തരവാദി ഈ തോമസ് ഐസക്കാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് കാര്യമില്ല. യാത്ര പോയത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ 45 ദിവസം ഈ യാത്ര കൊണ്ടുപോയിട്ട് കേരളത്തിൽ ആർക്ക് എന്ത് പ്രയോജനം കിട്ടി? ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, അവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആനുപാതികം എടുത്ത കേരളമാണ്. അവിടെ അവർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന വേക്കൻസികൾ നിയമിക്കാൻ PSC റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ആളുകൾക്ക് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത് വരെ നോക്കിയിരുന്ന് അതിലെല്ലാം പിന്മാതിലൂടെ ക്രിമിനലുകളെയും മാഫിയകളെയും ഗുണ്ടകളെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും എല്ലാം ഈ പറഞ്ഞ ആ സ്ഥലങ്ങളിൽ ടെമ്പററിയായി നിയമിച്ച് അവരെ കൊണ്ടൊരു സംസ്ഥാനം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈ നാട് എവിടെ എത്തിപ്പോകും? പിന്നെ ചെറുപ്പക്കാർ ഈ നാട് വിട്ട് പോകുകയല്ലാതെ, രാജ്യം വിട്ട് പോകുകയല്ല, അവരുടെ പിന്നിൽ എന്ത് ഓപ്ഷനാണുള്ളത്? അതായത് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള പേരിലാണ് അങ്ങ് അറിയപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയെ എങ്ങനെ കാണുന്നു ആരും? താങ്കൾ വളർത്തിയെടുത്ത കാണുന്നത് അദ്ദേഹത്തോടുള്ള കൂടെയുള്ള യാത്രകളും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച കാലഘട്ടമാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമുണ്ടായത്. ഇതുപോലെ കമ്പാഷൻ, ഒരു പാവപ്പെട്ട ഒരു വിവരം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെലിഫോണിലൂടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനൊരു ആവശ്യം പറഞ്ഞാൽ അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കാനും ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല, നാളെ കാണണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു വലിയ താല്പര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ MP ഒക്കെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ലിബിയയിലൊക്കെ പ്രശ്നമുണ്ടായി, നേഴ്സുമാരൊക്കെ കുടുങ്ങിപ്പോകുന്ന ഉണ്ടായത്. അപ്പം നയതന്ത്ര ബന്ധങ്ങളില്ല, കാരണം എംബസി അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അടുത്തുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണം, അല്ല ചില ഏജൻസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേണം ഇവരെ രക്ഷപ്പെടുത്താൻ. അതിൻ്റെ വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അത് അവരവിടെ നിന്ന് യാത്ര ചെയ്ത് അടുത്ത രാജ്യത്തെത്തി അവർ സുരക്ഷിതരായെന്ന് അറിയുന്നതിനും വരെ നേരം വെളുത്ത് 6 മണി വരെ ഉറങ്ങാതിരിക്കുകയാണ് അതിൻ്റെ ഇൻഫർമേഷന് വേണ്ടി. അന്ന് സുഷമ സ്വരാജാണ് വിദേശകാര്യമന്ത്രി. അവർ ഇതിൽ വളരെ സജീവമായി, അവരൊരു നല്ല മന്ത്രിയായിരുന്നു, അവർ ഇതിനകത്ത് വളരെ സജീവമായിരുന്നു. അതവർ രാത്രി 2:30 വരെ അവർ ഉറങ്ങാതിരുന്ന ഈ കാര്യങ്ങളിൽ പങ്കാളിയായി. രാവിലെ പാർലമെൻറ്റിൽ ചെന്നപ്പോഴത്തേന് അവരെൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങളുടെ ഈ മുഖ്യമന്ത്രി എന്തൊരു മനുഷ്യനാണ്, ഞാൻ 2:30 വരെ ഇരുന്നു, അദ്ദേഹം ഉറങ്ങാതെ നേരം വെളുക്കുന്നവരെ ഇത് ഇരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഒരു മാതൃകാ ജനപ്രതിനിധിയാണ് എന്ന് അവർ പോലും എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനോടൊപ്പമാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയം ഇത് ചെയ്തത്. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരു നിലാരംഭരായ ആളുകൾക്ക് കൊടുക്കുന്ന പ്രാമുഖ്യം എന്ന് പറയുന്നത്. അവർക്കാണ് ഒരു ജനപ്രതിനിധിയെ കൊണ്ട്, ഒരു ഭരണകൂടത്തെ കൊണ്ട് ആവശ്യമുള്ളത്. അല്ലാതെ ഈ രാജ്യത്തെ സമ്പന്നന്മാർക്കോ വൻകിട കോർപ്പറേറ്റുകൾക്കോ കുബേരന്മാർക്കോ അല്ലല്ലോ. അവരുടെ ആവശ്യം വേറെയാണ്. താങ്കൾ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ താങ്കൾ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ശേഷമുള്ള കാര്യങ്ങളും അതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാര്യങ്ങളും താങ്കൾക്കറിയാം, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രൂപത്തിൽ അറിയാം. ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്നത് താങ്കൾ എങ്ങനെയാണ്? താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. മറ്റത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്, ഇത് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഭരണമാണ്. ജനങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. പിന്നെ ഉമ്മൻചാണ്ടി എപ്പോഴും ഒരു വിഷയം അദ്ദേഹത്തിന് പിന്നിൽ വന്നില്ല, അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാൻ അദ്ദേഹം കാത്തു നിൽക്കും. അതിന് ഒഫീഷ്യൽസിനെ മാത്രമല്ല അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകളെ അദ്ദേഹം ആശ്രയിക്കും. ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തീരുമാനം കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയില്ല. ചുറ്റും നിൽക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരെയും കുറേ പാർട്ടി നേതാക്കന്മാരെയും ആശ്രയിക്കുകയാണ്. അപ്പം അവർ കൊടുക്കുന്ന തെറ്റായ ബ്രീഫിംഗ് ആണെങ്കിലും അതിലേക്ക് പോകേണ്ടി വരിക. ഉമ്മൻചാണ്ടി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് ജെനുവിനായിട്ടുള്ള 100% ജെനുവിനാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കിട്ടിയാൽ പോലും അദ്ദേഹം അതിനൊരു കൗണ്ടർ ചെക്ക് നടത്തും.
അത് യഥാർത്ഥ ഇതിൻ്റെ അകത്തെ വസ്തുത എന്താണ്, സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു ഇൻഡയറക്റ്റായ ഒരു അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിനെയും കൂടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീരുമാനം എടുക്കും. അദ്ദേഹം മരിച്ച ശേഷവും അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുന്നു, ഏറ്റവും അധികം ഓർമ്മിക്കപ്പെട്ട നേതാവായി മാറി എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ചിട്ട് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ കല്ലറ മരണത്തിന് ശേഷം മുഴുവൻ സമയം ആ വിലാപയാത്രയിലും എല്ലാം മുഴുവൻ സമയം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം ഓരോ സ്ഥലത്തും വരുമ്പോൾ ഏതൊക്കെ സമയത്താണ് വരുന്നത്. അർദ്ധരാത്രിയിൽ വെളുപ്പാങ്കാലത്ത് പ്രസവിച്ചു 30 ദിവസം കഴിയാത്ത കുട്ടിയുമായിട്ട് ഈ പറഞ്ഞ എത്തിച്ചേരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 3-4 മണിക്കൂർ കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത്. അപ്പം പ്രസവിച്ച് ഒരു 30 ദിവസം പോലും കഴിയാത്ത കുഞ്ഞിനെ മാർത്ത് ചേർത്ത് പിടിച്ച് മണിക്കൂറുകൾ ഒരു കുടുംബം വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതേക്കുറിച്ച് അറിയേണ്ടത്? ഞാൻ ഓരോ സ്ഥലത്തും കടന്നു പോരുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ്. കേരളം, എനിക്ക് വന്ന ഇന്ത്യ ഇങ്ങനെ ഒരു വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അപ്പം അദ്ദേഹം ചെയ്ത സഹായങ്ങൾ ഏറ്റുവാങ്ങിയ അനേക ലക്ഷം ആളുകൾ, ആ അനേക ലക്ഷം ആളുകൾ അവരുടെ ഒരു യാത്രയപ്പ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകി എന്നുള്ളതാണ് കേരളം കണ്ട ഇത്രയും വലിയ ഒരു യാത്രയപ്പിന് സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹം മരിച്ചപ്പം താങ്കൾക്കുണ്ടായിട്ടുള്ള ഫീലിംഗ് എന്തായിരുന്നു? നമുക്ക് എപ്പോഴും ഓടിച്ചെല്ലാവുന്ന, നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, നമുക്ക് ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എപ്പോഴും അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ നമുക്കെപ്പോഴും ഓടിച്ചെല്ലാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വേർപെട്ടു എന്നുള്ളൊരു ശൂന്യതയാണ് മനസ്സിൽ വന്നത്. താങ്കൾ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. വളരെ എനിക്കെൻ്റെ ദുഃഖം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം അങ്ങനെ ഒരാളായിട്ടാണ്, ഞാൻ മാത്രമല്ല, അങ്ങനെയുള്ള എത്രയോ 10,000-കണക്കിന് ആളുകളാണെന്ന് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതെ, താങ്കൾ ഇവിടെ MP എന്നുള്ള നിലയിൽ താങ്കളെക്കുറിച്ചുള്ള ഒരു ആരോപണം പറയുന്നത് ശബരിമല ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, താങ്കൾ ശബരിമലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ആരോപണമാണ് ഇവിടെ ഇപ്പം തോമസ് ഐസക് ഉയർത്തുന്നത്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ശബരിമലയ്ക്ക് വേണ്ടി കേന്ദ്രം കൊടുത്ത ഫണ്ട് ഉപയോഗിക്കാതെ ലാപ്സാക്കി കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശബരിമല വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്ത് 90 കോടി റുപ്യ 3 വർഷം കഴിഞ്ഞ് 13 കോടി റുപ്യ മാത്രം വിനിയോഗിച്ച് ആ ഫണ്ട് ലാപ്സായിപ്പോയി. ഇപ്പോൾ ശബരിമല ഹൈവേ കൊണ്ടുവന്ന ആളാണ് ഞാൻ. 183A എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ, അത് UPA ഗവൺമെൻറ് അവസാന കാലഘട്ടങ്ങളിൽ അന്ന് ഓസ്കാർ ഫെർണാണ്ടസ് ഉപരിതല ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവന്ന ഒരു പുതിയ ഹൈവേ ആണ്. ആ ഹൈവേ എന്ന് പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് ആരംഭിച്ച് അത് പത്തനംതിട്ടയിൽ കയറി കടമ്പനാട്, അടൂര്, അവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് മൈലപ്പുറ, വടശ്ശേരിക്കര, ലാഹ, അവിടുന്ന് പ്ലാപ്പള്ളിയിലെത്തി, അവിടുന്ന് സന്നിധാനത്തേക്ക് പോവുകയാണ്, ത്രിവേണി സംഗമത്തിലേക്കും അവിടെ നിന്ന് എരുമേലി വഴി മുണ്ടക്കയത്തേക്കും പോകുന്നൊരു പാതയാണ്. എന്ന് വെച്ചാൽ ശബരിമല ഹൈവേ ആണ്. അതിനുവേണ്ടി ഇതിനോടകം നിലവിലുള്ള റോഡ് മികച്ചതാക്കാൻ 100 കോടി റുപ്യ ചെലവഴിച്ചു. അതൊരു 4 ലൈൻ ട്രാഫിക്കായി മനോഹരമായ ഹൈവേ ആക്കാനുള്ള അലൈൻമെൻറ്റ് അതിൻ്റെ പൂർത്തീകരിച്ചു. 1350 കോടി റുപ്യയുടെ പദ്ധതിയാണത്. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന ഞാനാണ് ശബരിമലയെ ശ്രദ്ധിക്കാത്തതെന്നും. ഇദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു, ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ശബരിമല തീർത്ഥാടനം കഴിയുമ്പോൾ തന്നെ അവലോകനം വിളിക്കും. ഈ നടന്ന ശബരിമല തീർത്ഥാടനത്തിൽ എന്തായിരുന്നു പോരായ്മ, എന്തെങ്കിലും എററുണ്ടോ, അതങ്ങനെ അടുത്ത വർഷം എങ്ങനെ പരിഹരിക്കും, അന്ന് തുടങ്ങും അടുത്ത വർഷത്തേക്കുള്ള ആലോചനകൾ. ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ റോഡുകളും ശബരിമലയിലേക്കുള്ള റോഡുകളാണ്. കാരണം എല്ലാ റോഡുകളിലൂടെ തീർത്ഥാടകർ വരികയാണ്. അപ്പോൾ ഈ ജില്ലയിലെ മുഴുവൻ റോഡുകളും തീർത്ഥാടനം വരുന്നതിന് മുമ്പ് നന്നാക്കും. എത്ര കോടി റുപ്യ, 100-150 റോഡുകൾക്കാണ് ഫണ്ട് അനുവദിക്കുന്നത്. ഇത്തവണ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു ഒരു റോഡിൽ ഒരു കുഴി അടയ്ക്കാനുള്ള ഒരു 10 റുപ്യ ചെലവഴിക്കാത്ത ഒരു ഗവൺമെൻറ്. ശബരിമല അവലോകനത്തിന് മുമ്പ് ഞങ്ങളെ ആരും അവലോകനത്തിന് പോലും വിളിക്കുകയല്ല, ജനപ്രതിനിധികളെ വിളിക്കുകയല്ല, പക്ഷേ ഞാൻ പോയി പങ്കെടുക്കും. കഴിഞ്ഞ ലാസ്റ്റ് അവലോകനം നടന്നപ്പോൾ ഞാൻ ആ അവലോകന യോഗത്തിൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ കാസറ്റ് ഞാൻ ഇട്ടുതരാം. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്, കൃത്യവിലോപമാണ്. കോടിക്കണക്കിന് തീർത്ഥാടകർ വരാൻ പോവുകയാണ്, ഒരു നടപടികൾ നിങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. ഇതേ പടിയാണ് നിങ്ങൾ ഈ ശബരിമല തീർത്ഥാടനത്തിലേക്ക് പോകുന്നതെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി തീരും
എന്ന് പറഞ്ഞു. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം അവിടെ സംഭവിച്ചു. 16, 18, 20 മണിക്കൂർ നേരം ക്യൂ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചൊരു കുട്ടി മരിച്ചു. അവിടെ തളർന്നു വീഴുന്ന ആളുകൾക്ക് കൊടുക്കാൻ കുടിവെള്ളം പോലുമില്ല. ഇവിടെ അയ്യപ്പ സേവാ സംഘം പോലുള്ള സന്നദ്ധ സംഘടനകൾ എത്രയോ പതിറ്റാണ്ടുകളായി എത്ര നിസ്വാർത്ഥമായ സേവനമാണ് അവർ ചെയ്യുന്നത്. അമൃതാനന്ദമയിയുടെ കീഴിലുള്ള സന്നദ്ധ സേവകർ അവരൊക്കെ എത്രയോ സേവനം ചെയ്യുന്നത്. വരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം ഇവരൊക്കെ നിരോധിച്ചു. എന്നിട്ട് ഈ തളർന്നു വീഴാൻ പോകുന്ന ആള് ക്യൂവിൽ നിന്ന് മാറിയാൽ അവനെ ആക്രമിക്കുക. ഇപ്പം ഞാൻ ഈ പന്തളം പന്തളത്ത് അയ്യപ്പ ഭഗവാൻ ജനിച്ച അവിടെ ആ സ്ഥലത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന് ചെന്നപ്പോൾ അവിടുത്തെ ആ ക്ഷേത്രം ഭാരവാഹികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിവിടെ ആഴി കൂട്ടിയിരിക്കുക. ഞാൻ ചോദിച്ചെന്താ ആദ്യമായിട്ടാണ് പന്തളത്ത് ആഴി കൂട്ടിയിരിക്കുന്നത്. ഇപ്പം ശബരിമല പോയി തൊഴാൻ കഴിയാത്ത അയ്യപ്പ ഭക്തന്മാർ തിരിച്ചു വന്ന് പന്തളത്ത് വന്ന് അവിടെ വെച്ച് മാലയൂരി തേങ്ങ ഉടച്ച് അത് കത്തുന്ന ആഴിയാണ് അവിടെ വലിയൊരു ആഴി കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്ന കോഴിക്കോട്ട് നിന്ന് വന്ന ഒരു ഭക്തൻ പറഞ്ഞു, അദ്ദേഹം ഈ ക്യൂബിൽ നിന്ന് തളർന്നു വീഴാൻ പോയപ്പോൾ അദ്ദേഹം ക്യൂബിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന തേങ്ങ എടുത്ത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കടിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ. അന്ന് ഞങ്ങളത് പറഞ്ഞു, നടപടി എടുക്കണമെന്ന് പറഞ്ഞു. എന്ത് നടപടി? ഇവിടെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നവകേരള സദസ്സിന് വേണ്ടി 2000-2500 പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയപ്പോൾ ഈ ശബരിമലയിൽ 600 പോലീസിൻ്റെ ഡ്യൂട്ടിയേ ഉള്ളൂ. അവിടെ പോലീസില്ല, ഒന്നും നോക്കാനില്ല. അവിടെ അരക്ഷിതാവസ്ഥയായി. അവിടെ 16-18 മണിക്കൂർ നേരം ക്യൂ. അവിടെ കുടിവെള്ളമില്ല, അവർ തളർന്നു വീഴുന്നു. അവരെ ഉള്ള പോലീസ് യാതൊരു നിയന്ത്രണമില്ലാതെ അവരെ ഉപദ്രവിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലൊരു ശബരിമല തീർത്ഥാടനം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരിക്കലുമില്ല. ഞാൻ എല്ലാ വർഷവും നിരവധി തവണ സന്നിധാനത്ത് പോകും, ശബരിമല പോകും, അവിടുത്തെ കൂടിയാലോചനകളിൽ പങ്കെടുക്കും, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുകയാണ്. പക്ഷേ ശബരിമലയോട് ഇത്ര വൈരനിര്യാതന ബുദ്ധിയോടെ പെരുമാറിയ ഒരു ഗവൺമെൻറ് ഞാൻ ആദ്യമായിട്ട് കാണുക. അതായത് അവിടെ ആംബുലൻസിൻ്റെ സൗകര്യം അതിനുവേണ്ടി താങ്കളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ആരോപണമാണ്. അവിടെ ഞാൻ 28 ആംബുലൻസ് ഈ ജില്ലയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ MP ഫണ്ടിൽ നിന്ന്. അവലോകന യോഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലും ഈ മന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ 28 ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ആംബുലൻസ് മുഴുവൻ ശബരിമല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. ഇവിടെ നമ്മുടെ എരുമേലിയിലേക്ക് വന്ന ഒരു അയ്യപ്പ ഭക്തന്മാർ കയറിയ വാഹനം കണമനയിൽ മറിഞ്ഞ് അവിടെ ഒരാൾ മരിച്ചു. അവിടെ ഈ 1.5 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് അവിടെ ഒരു ആംബുലൻസ് കിട്ടിയത്. 1.5 മണിക്കൂർ കാത്തു നിന്നിട്ട്. അപ്പം എന്താണ് ഇവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? സത്യത്തിൽ ഈ അയ്യപ്പ ഭക്തന്മാരോട് ഞാനിവിടെ ഈ കോഴഞ്ചേരിയിലുള്ള ഒരു CPM-ൻ്റെ പ്രവർത്തകൻ അയച്ച ഒരു വീഡിയോ, ഒരു ഓഡിയോ ഞാൻ വേണേ മെസ്സേജ് തന്നെ തരാം. അദ്ദേഹം പറഞ്ഞ്, ഞാൻ 35 കൊല്ലമായിട്ട് ഈ CPM-ന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകൻ. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാനൊന്ന് ശബരിമല പോയി. ഞാൻ അനുഭവിച്ച ദുരന്തം, ആ കുഞ്ഞനുഭവിച്ച ദുരന്തം ഇനി ജന്മകാലത്ത് ഇവർക്ക് വോട്ട് ചെയ്യല എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ട് തരാം. അതുമാത്രമല്ല, ശബരിമല തീർത്ഥാടനത്തെ പത്തനംതിട്ട ജില്ല വരവേൽക്കുന്നത് അത് ലോകത്തിന് മാതൃകയാണ്. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകരെയും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി അവരെ വരവേൽക്കുന്നൊരു പാരമ്പര്യം എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടെ നിൽക്കുന്നു. അവിടെ ഈ ജില്ലയിലെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഈ തീർത്ഥാടകരോടുള്ള ഒരു സ്നേഹവും അനുഭാവവും അതുപോലൊരു ഭരണകൂടത്തിനില്ലാതെ പോയി എന്ന് പറയുന്നത്. തോമസ് ഐസക് പറയുന്ന ഒരു കാര്യം, ഇവിടെ മുമ്പ് ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും കയറ്റി നവോത്ഥാനമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ലേ എന്നാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഓരോ സമൂഹത്തിനും ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അത് നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന, ശബരിമലയിൽ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന ഒരാചാരം അത് അട്ടിമറിക്കാൻ ഒരു ഭരണത്തിൻ്റെ മുഴുവൻ സംവിധാനത്തെ വിനിയോഗിക്കുക. അതിനുവേണ്ടി ആ ആചാരത്തെ അട്ടിമറിക്കാൻ നൂറുകണക്കിന് പോലീസിൻ്റെ അകമ്പടിയിൽ ഇതുപോലുള്ള സ്ത്രീകളെ കൊണ്ടുവരിക, ഇതൊക്കെ ഒരു ഭരണകൂടത്തിൻ്റെ ചുമതലയല്ല. അവർ ചെയ്യേണ്ട ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും അവൻ്റെ പ്രശ്നങ്ങൾ നോക്കുകയും അവന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഇതുപോലുള്ള ആരാധനാലയങ്ങളിൽ, ഇതുപോലുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിൽ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ട ഒരു കുറവും വരുത്താതെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഒരു പുതിയ വിപ്ലവം കൊണ്ടുവന്ന്
ഇവിടെ ഇതെല്ലാം അട്ടിമറിക്കാമെന്ന് അങ്ങനെ നോക്കിയാൽ നടക്കില്ല എന്ന് ഇവിടുത്തെ സാധാരണ വീട്ടമ്മമാർ തെളിയിച്ചില്ലേ? ഇവിടെ നാമജപ ഘോഷയാത്ര എന്ന് പറയുന്നത് ആരും വിളിച്ചുകൂട്ടിയതല്ലല്ലോ. ഇങ്ങനെ ഒരു നാമജപ ഘോഷയാത്ര ഉണ്ട് എന്ന് NSS ആസ്ഥാനത്തു നിന്ന് ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ 10,000-കണക്കിന് കുടുംബിനികൾ പ്രാർത്ഥനയോടെ വഴിയിലിറങ്ങിയത് കണ്ടില്ലേ? ഇവരിൽ ബഹുഭൂരിപക്ഷം പേര് മുമ്പൊക്കെ CPM വോട്ട് ചെയ്തിരുന്നവരല്ലേ? അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താ? അപ്പം ഇതിലൊക്കെ ഒന്ന് ഇവരുടെ ആ നിരീശ്വരവാദ കാഴ്ചപ്പാട്, ഒന്ന് വിശ്വാസികളുടെ വിശ്വാസത്തോടുള്ള ഇവരുടെ അവഹേളനവും അപമതിപ്പും, അതൊക്കെയല്ലേ ഇതിലൂടെ അവർ പ്രകടമാക്കുന്നത്. എന്നിട്ട് ശബരിമലയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഇവർക്കെന്ത് കാര്യം? NSS, അതായത് താങ്കൾ NSSുമായി ഭയങ്കരമായിട്ട് അഭിപ്രായ വ്യത്യാസമാണെന്നും താങ്കൾ NSSനെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഞാൻ ഏറ്റവും അടുപ്പമുള്ളതും ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്നതും NSS ആണ്. അത് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഞാൻ കാണുന്ന ഏറ്റവും ആദരണീയനായ വ്യക്തിത്വം മന്നത്ത് പത്മനാഭനാണ്. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ജാതി വ്യവസ്ഥ കൊടികൊത്തി നിന്നൊരു കാലഘട്ടത്തിൽ ഈ അവർണർക്ക് വേണ്ടി സവർണനായ മന്നത്ത് പത്മനാഭൻ കാൽനട ജാഥ നടത്തി എന്ന് പറയുന്നത് അത്രയും മഹത്തരമായ ഒരു കാര്യം ഈ കേരള സമൂഹത്തിൽ ആരെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടോ? കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ പുരുഷനാണ് മന്നത്ത് പത്മനാഭൻ. ഞാൻ NSSുമായിട്ടുള്ള എൻ്റെ ബന്ധമെന്ന് പറയുന്ന പതിറ്റാണ്ടുകളായ ബന്ധമാണ്. ആ ബന്ധം എന്നോടും ആ പ്രസ്ഥാനം കാണിച്ചിട്ടുണ്ട്. എന്നോട് അത്രയും വലിയ സ്നേഹം, കരുതൽ, എന്നെ ചേർത്ത് നിർത്തി അത്രയും വലിയൊരു സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്. ആ അത്രയും വലിയ സ്നേഹത്തിന് പകരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള, പകരം സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞ അത്ര മാത്രം വലിയൊരു ബന്ധമാണ് എനിക്കുള്ളത്. പിന്നെ ഇവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ പറഞ്ഞ് നടക്കാമെന്നുള്ളതേ ഉള്ളൂ. അതായത് കഴിഞ്ഞ തവണ താങ്കൾ ഇവിടെ നിന്ന് വിജയിച്ചു ലോക്സഭാ ഇലക്ഷൻ. എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഇടതുപക്ഷമാണ് വിജയിച്ചത്. അതെന്ത് കാരണമാണ്? കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF നേതൃത്വത്തിന് പറ്റിയ പാളിച്ചയാണ് ആ പരാജയത്തിന് കാരണം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥികളെ കുറേയൊക്കെ റീഅറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ആർക്കായിരുന്നു? BJPയുടെ വോട്ട് CPMനല്ലായിരുന്നു. ഞാൻ റാന്നി അസംബ്ലി മണ്ഡലം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ്. ഞാൻ ഒന്നാമത്, BJPയുടെ സുരേന്ദ്രൻ രണ്ടാമത്, CPM ദയനീയമായി മൂന്നാമത്. അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പം BJP ദയനീയമായിട്ട് മൂന്നാമത്, വളരെ ദയനീയമായി, വോട്ടേ പിടിച്ചില്ല. CPM ഒന്നാമത്, 32,000 വോട്ടേ കുറഞ്ഞു. അപ്പോൾ ആ വോട്ട് ആര് കൊടുത്തതാണ്? ആ വോട്ട് CPM കൊടുത്തത്. അതുപോലെ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ 50-60 സ്ഥലങ്ങളിൽ അവർ കൊടുത്ത വോട്ടിൻ്റെ ബലത്തിലാണ് ഇനി അധികാരം. അതുകൊണ്ട് BJPയുടെ മുന്നിൽ കേന്ദ്രം ഭരിക്കുന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ മുന്നിൽ സത്താംഗ പ്രണാമം ചെയ്യുകയും അവർ പറയുന്നതെല്ലാം ചെയ്യുകയും അവർ പറയുന്ന പോലെ ഭരിക്കുകയും അവർ പറയുന്ന പോലെ കേസെടുക്കുകയും അവർ പറയുന്ന പോലെ കേസെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഗവൺമെൻറ് അല്ലേ? അതായത് താങ്കൾ 15 വർഷമായി MP ആയിട്ട്, ഈ 15 വർഷം മുമ്പ് ഞാൻ പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമാണ് ലാവ്ലിൻ കേസ്. അതിൻ്റെ പേരിലാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത്. അതിൻ്റെ പേരിലാണ് മുഹമ്മദ് റിയാസ് വന്ന് രേഖകൾ തട്ടിക്കൊണ്ടുപോയത്. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അതുപോലുള്ള രേഖകളൊക്കെ തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം കൊടുത്ത പെറ്റീഷൻ്റെ പുറത്താണ് CBI എൻക്വയറി വന്നത്. CBI എൻക്വയറിയിലാണ് പിണറായി വിജയൻ പ്രതിയായത്. ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഏകദേശം 60 തവണ എന്ന് പറഞ്ഞാൽ 38 തവണ ബെഞ്ച് വഴി, 22 തവണ രജിസ്ട്രി വഴിയും ഇത് കേസ് മാറ്റിവെച്ചു. 6.5 കൊല്ലമായി. ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടും താങ്കൾ പാർലമെൻറ്റിൽ ഒന്നും അവതരിപ്പിക്കാൻ പോലും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? ജുഡീഷ്യറിയുടെ മുന്നിൽ നിൽക്കുന്നൊരു വിഷയമാണ് അത്. തങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കേസുകൾ മാറ്റിവെക്കുന്ന? കേസ് അഭിമുഖീകരിച്ചാൽ പോലെ. അപ്പം 60 തവണ മാറ്റിവെച്ചു എന്ന് പറയുമ്പം എന്തോ ഭയപ്പെടുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അങ്ങനെയല്ല. അതിൻ്റെ അകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ CBIയുടെ അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഓരോ തവണയും പിണറായി വിജയന് വേണ്ടിയിട്ട് അവരെ അസൗകര്യം പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയനെ അമിത്ഷാ തന്നെ നേരിട്ട് സംരക്ഷിക്കുന്നു എന്നർത്ഥം. അമിത്ഷായുടെ വലങ്കൈയാണ് തുഷാർ മേത്ത. അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റായിരുന്നു ഗുജറാത്തിൽ. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇത്രയധികം പരസ്യമായിട്ട് BJP പിണറായി വിജയനെ സംരക്ഷിക്കുമ്പോൾ ഒരു MP എന്ന നിലയിൽ താങ്കൾ എന്താണ് ചെയ്തിട്ടുള്ളത്?
അല്ല, അതിൽ ഒരു കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയത്തിൽ കോടതിക്ക് മുന്നിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കരുത്, ഈ കേസ് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പറയുകയല്ലാതെ നമുക്ക് ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ നമുക്ക് കോടതിക്കെതിരെ നമുക്കെന്ന് പറയാൻ പറ്റും. കോടതിക്കെതിരെയല്ല, CBI അഭിഭാഷകൻ എടുക്കുന്ന നിലപാട് പിണറായി വിജയന് വേണ്ടിയിട്ടാണല്ലോ. ഞാൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും, കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം, ജനപ്രതിനിധികൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ആരാണ് പ്രതികരിക്കാത്തത്? കാരണം അടുത്ത തവണ കേസ് അവധിക്ക് വെക്കുമ്പോഴും എല്ലാവർക്കും അറിയാം ഇത് മാറ്റിവെക്കാൻ വേണ്ടി വെക്കുന്നത്, ഈ കേസ് എടുക്കില്ല, അതവർക്കറിയാം. ഇതേപോലെ അതുമാത്രമല്ല, ഇന്ന് രാജ്യം മുഴുവൻ പ്രതിപക്ഷങ്ങളെ BJPയുടെ ഗവൺമെൻറ് വേട്ടയാടുകയാണ്. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല, അവർക്ക് തെരഞ്ഞെടുപ്പ് നീക്കാൻ കഴിയില്ല. ഇവിടെ കർണാടകത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ തെലങ്കാനയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിയുടെയും വീട്ടിൽ ആഴ്ചയിൽ ഒരു റെയ്ഡാണ്. എല്ലാ ആഴ്ചയിലും സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ റെയ്ഡാണ്. കാരണം അവർക്ക് ഒരു തരത്തിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം 10-12 ഏജൻസികൾ കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും മുഴുവൻ വേട്ടയാടുമ്പോൾ കേരളത്തിൽ കൊടുക്കുന്ന സംരക്ഷണ കവചം അതുകൊണ്ട് എല്ലാം പച്ചയായ യാഥാർത്ഥ്യമല്ലേ? ഇനിയിപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് BJP ചെയ്യുന്നത്. അവർക്ക് ഇലക്ഷൻ കമ്മീഷനെ അല്ല, അതിനു മുമ്പ് അത് തന്നെയാണ് എൻ്റെ ചോദ്യം. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അവസാനം മാസപ്പടി വരെ എത്തി നിൽക്കുന്നു. സ്പ്രിംഗ്ലർ വിവാദം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീണ്ട എന്നറിയാണ്. ഞാനാണ് ലാവ്ലിൻ കേസ് ആദ്യമായി പിണറായി വിജയനെ തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടനും ഷോൺ ജോർജ് അടക്കമുള്ള ആളുകളും അതേപോലെ എല്ലാവരും തന്നെ അതിന് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോലും കഴിയാത്ത. അത് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഞങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ നിയമവ്യവസ്ഥയും അട്ടിമറിക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളിലെ കൈപ്പിടിൽ ഒതുക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാനും, അതും മാത്രമല്ലല്ലോ, ഈ രാജ്യത്തെ എൻ്റെ നിങ്ങളുടെയൊക്കെ ഒരു സംരക്ഷണ കവചം എന്ന് പറയുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടന തന്നെ ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുന്നിൽ പോത്തിൻ്റെ ചെവി വേദം ഓതുന്ന പോലെയല്ലേ ഞങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങളെയൊക്കെ അസംബ്ലി പാർലമെൻറ്റിൽ ഞങ്ങൾ എത്രയോ പ്രധാനമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യുമ്പോൾ ഈ മണിപ്പൂർ വിഷയം, മണിപ്പൂരിൽ 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഏതാണ്ട് ഒഫീഷ്യൽ കണക്ക് എന്തായിരുന്നാലും 840 ദേവാലയങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു. എത്രയോ ആളുകൾ ബലാത്കാരം ചെയ്യപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ. ആ വിഷയം ഒന്ന് പാർലമെൻറ്റിൽ ഉന്നയിച്ച് ഒരു വാക്ക് അതേക്കുറിച്ചൊന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാർലമെൻറ്റിൽ സമരം ചെയ്യുമ്പോൾ, ഞങ്ങൾ സമരം ചെയ്യുന്നതിനിടയിൽ ഒരൊറ്റ ദിവസം 15 മിനിറ്റ് ഗ്യാപ്പ് ഇടപെട്ട് 16 നിയമം പാസ്സാക്കിയ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹിറ്റ്ലർ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഹിറ്റ്ലർ പോലും ഇത്രയും ചെയ്തിട്ടില്ലല്ലോ. ഇത് എന്തോ നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തോ അതിൻ്റെ തനിയാവർത്തനമാണ് ഇന്ത്യ നടക്കുന്നത്. കാരണം വർഗീയത ഊതിയുറപ്പിക്കാൻ അവരന്ന് ആര്യൻ വംശജർക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ വർഗീയത ഊതിയുറപ്പിക്കാൻ വ്യാജ പ്രചരണങ്ങൾ നടത്തുക, വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, എന്നിട്ട് അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ വേട്ടയാടാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുക, ആക്രമിക്കപ്പെടുക. ഞാൻ ചോദിക്കട്ടെ, ഈ ജമ്മു കാശ്മീരിലെ ഗവർണർ പറഞ്ഞ ഒരു കാര്യം അത് ചെറിയ കാര്യമാണോ? ഈ രാജ്യത്തിന് കാവൽ നിൽക്കാൻ അതിർത്തിയിലേക്ക് പോകുന്ന പാവപ്പെട്ട ജവാന്മാരെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ബലി കൊടുത്തു. RDX അവിടെ ഗവൺമെൻറ് മേൽനോട്ടത്തിലാണ് കൊണ്ടുവന്ന് വെച്ച് ഈ പട്ടാളക്കാരെ കൊലയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ പേരിലാണ് വോട്ട് പിടിച്ചതെന്നല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ പച്ചയായ മലയാളം. അതല്ലേ കഴിഞ്ഞ തവണ BJP അങ്ങനെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് നീതിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങൾക്ക് പറയുക എന്നുള്ളതല്ലാതെ ഒരു നീതിയും ഇവിടെ ലഭിക്കില്ല. ഇവിടെ ഇന്ന് 2 ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഒന്ന് തന്നെയാണ്. അവരുടെ പിന്നെ പാവപ്പെട്ടവരില്ല, സാധാരണക്കാരില്ല, തൊഴിലില്ലാത്തവരില്ല, തകർന്ന വ്യവസായങ്ങളില്ല. ഈ ഡീമോണിറ്റൈസേഷൻ കൊണ്ട് 4-5 കോടി ആളുകൾക്ക് തൊഴിൽ പോയി. അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള കാര്യങ്ങളില്ല. ഇപ്പം അധികാരത്തിൽ വരാൻ പറഞ്ഞ ഒത്തിരി ഗ്യാരണ്ടി ഉണ്ട്. വർഷം തോറും 2 കോടി ആളുകൾക്ക് തൊഴിൽ. വിദേശത്ത് സ്വിസ് ബാങ്കിൽ കിടക്കുന്ന കോടിക്കണക്കിന് ഉറുപ്പിക കൊണ്ട് ഇന്ത്യക്കാരുടെ എല്ലാ അക്കൗണ്ടിൽ 15 ലക്ഷം ഉറുപ്പിക, 50 ഉറുപ്പികയ്ക്ക് ഡീസലും പെട്രോളും, കുക്കിംഗ് ഗ്യാസ് 400 രൂപയ്ക്ക്, 300 രൂപയ്ക്ക് കുക്കിംഗ് ഗ്യാസ്. അതുപോലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. ഇതെല്ലാമായിരുന്നു മോഡിയുടെ ഗ്യാരണ്ടി. ഇപ്പോൾ ആ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇപ്പോൾ പുതിയ ഗ്യാരണ്ടി ആയിട്ട് വന്നിരിക്കുക. ഇപ്പോൾ എന്താ പുതിയ ഗ്യാരണ്ടി? ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ ഗ്യാരണ്ടി തന്നെ വ്യാജവും അസത്യവും യാതൊന്നും ചെയ്യാത്തതുമായിട്ടിരിക്കുന്നയാൾ പുതിയ ഗ്യാരണ്ടി ആയിട്ട് ഇറങ്ങിയിരിക്കുക.
അപ്പം ഈ രണ്ടാളുകളുടെയും പ്രവർത്തന ശൈലി ഒന്ന് തന്നെയാണ്. ഇപ്പം ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യ വന്നൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ എൻ്റെ സമ്പത്തിൻ്റെ 80% 10-20 കോർപ്പറേറ്റുകളുടെ കയ്യിലായി. ബാക്കി വരുന്ന 20% ആളുകൾക്ക് ഇന്ത്യയിലെ 139 കോടി 99,99,980 ആളുകളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സമ്പത്തിൻ്റെ 20% മാത്രമേ ഉള്ളൂ. അപ്പം ആർക്ക് വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത്? അതേ നരേന്ദ്രമോദിയുടെ അരിമശിഷ്യനായി ഇദ്ദേഹം ഇവിടെ ഭരിക്കുന്നു. പാവങ്ങൾക്ക് യാതൊരു ഗതിയില്ല. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, ഈ കമ്മ്യൂണിസം എന്നുള്ള ഒരു ആശയമായി ഒരു വികാരമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പച്ചയായിട്ട് അദ്ദേഹത്തിനെതിരെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു? അദ്ദേഹം 100 കോടി രൂപ കൃത്യമായി കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങി എന്ന് കുഴൽനാടൻ പറഞ്ഞിരിക്കുന്ന രേഖ വന്നിരിക്കുന്നു. മകൾ 1,72,00,000 രൂപ അക്കൗണ്ടിൽ കൂടെ വാങ്ങി ഒരു സേവനം ചെയ്യാതെ എന്നുള്ള റെക്കോർഡ് വന്നിരിക്കും, കോടതി വിധി. ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം ഒരു രാജി പോലും വെക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രതിപക്ഷം അനങ്ങാതിരിക്കുന്നത്, താങ്കളടക്കമുള്ള ആളുകൾ അനങ്ങാതിരിക്കുന്നത്. പ്രതിപക്ഷം ഇതേക്കുറിച്ചൊക്കെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരാൾ കേസിൽപ്പെട്ട് അദ്ദേഹത്തെ ഉടനെ പിടിച്ച് മന്ത്രിയാക്കും. കാരണം ഇതൊന്ന് എന്തുവാ സമൂഹത്തിന് നിസ്സാരവൽക്കരിക്കുകയാണ്. ഇപ്പം എം മണി 3 പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ വെടിവെച്ച് കൊന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പരസ്യമായി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അങ്ങനെ കിട്ടിയ പ്രൊമോഷൻ അങ്ങനെ പിടിച്ച് മന്ത്രിയാക്കി. ഇപ്പം ആര് കേസിൽപ്പെട്ടാലും മന്ത്രിയാക്കും. ഇനിയിപ്പം പ്രധാനപ്പെട്ട ഇപ്പം മുഖ്യമന്ത്രിക്കോ അതുപോലുള്ള ആളുകൾക്കെതിരെ കേസ് വന്നാലും ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ഇതിനുള്ളൊന്നും ചെയ്യാൻ കഴിയും. ഡൽഹിയിലെ ജനാധിപത്യത്തിൽ അത് ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ കൊണ്ടുവരിക, ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക, സമരം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ജനങ്ങളോടോ ജനവികാരത്തോടോ പാർലമെൻറ്റിനോടോ അസംബ്ലിയോടോ യാതൊരു പ്രതിബദ്ധതയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മുന്നിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ഇത് തന്നെയല്ലേ ഹിറ്റ്ലർ ചെയ്തുകൊണ്ടിരുന്നു, അത് തന്നെ ഇവിടെ നടക്കുന്നു. അപ്പം അതിൽ നിന്നുള്ളൊരു മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. ഇന്നിപ്പോൾ ഇവിടെയുള്ളത് ഗോഡ്സയുടെ ഇന്ത്യയാണ്. ഗാന്ധിജിയെ വീണ്ടും ഗാന്ധിയുടെ ചിത്രത്തിൽ വെടിവെച്ച് വീണ്ടും അദ്ദേഹത്തെ കൊല്ലുകയും ഗോഡ്സേമാർക്ക് അമ്പലം പണിയുകയും ചെയ്യുന്ന ഒരു ഇന്ത്യ, അവർ ഭരിക്കുന്ന അവരുടെ വിശിഷ്ട ഏറ്റവും അടുത്ത അനുയായികളെ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ. നമുക്ക് വേണ്ടത് ജനാധിപത്യമാണ്, മതേതരത്വമാണ്, മതസൗഹാർദ്ദമാണ്, മതനിരപേക്ഷതയാണ്. നമുക്ക് വേണ്ടത് മഹാത്മജിയുടെ ഇന്ത്യയാണ്. ഗോഡ്സയുടെ ഇന്ത്യ കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ 15 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ പറ്റിയുള്ള ആരോപണം താങ്കൾ ഈ മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. എന്താണ് താങ്കൾ ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? മറ്റേതൊരു പാർലമെൻറ്റ് മണ്ഡലം എടുത്തു നോക്കിയാലും അതിനേക്കാളൊക്കെ എത്രയോ മുന്നിലാണ് ഈ പാർലമെൻറ്റ് മണ്ഡലം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത് ഇവിടുത്തെ 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയം, പത്തനംതിട്ട പോലൊരു ഗ്രാമീണ ജില്ലയിലാണ് 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയം എന്നുള്ളത് ഓർക്കണം. ഇവിടെ കോവിഡ് കാലഘട്ടം വന്നു. ഞാനിവിടെ ഗ്രാമപഞ്ചായത്തുകൾക്കും ഇവിടുത്തെ ഹോസ്പിറ്റലുകൾക്കുമായി നൽകിയത് 28 ആംബുലൻസാണ്. ഇവിടെ കേന്ദ്ര പദ്ധതിയായ PNGSP ഗ്രാമീണ റോഡുകൾ മനോഹരമായി നിർമ്മിക്കുന്ന പദ്ധതിയാണ്. എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെ ലിങ്ക് ചെയ്ത് 252 കിലോമീറ്റർ റോഡ് പൂർത്തീകരിച്ച് ദേശീയ നിലവാരത്തിൽ പൂർത്തീകരിച്ച ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. നാഷണൽ ഹൈവേ 2 ഹൈവേയും എന്ന് 183 183A 183A എൻ്റെ സംഭാവനയാണ്, ഞാൻ കൊണ്ടുവന്ന ഹൈവേയാണ്. 3ാമത്തെ ഹൈവേ നാഷണൽ ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ്. ഈ മലയോര മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാക്കുന്ന ഹൈവേയാണ്. അതിൻ്റെ ആദ്യമെടുത്ത അലൈൻമെൻറ്റ് ഈ നാടിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരുന്നു. അത് ഒട്ടേറെ ചെറിയ ചെറിയ പട്ടണങ്ങൾ ഇല്ലെന്നാകുകയാണ്. കൂടൽ, കലഞ്ഞൂർ, മന്ദപരുതി, റാന്നിയുടെ ഭാഗങ്ങൾ, അങ്ങനെയെല്ലാം ദേവാലയങ്ങൾ, അമ്പലങ്ങൾ, സ്കൂളുകൾ, നിരവധി വീടുകളെല്ലാം പോകുന്നൊരു അലൈൻമെൻ്റ് ആയിരുന്നു. ഞാൻ ഈ കമ്മിറ്റിയിലെ അംഗമാണ്, പാർലമെൻറ്റ് കമ്മിറ്റിയിലെ അംഗമെന്ന നിലയിൽ ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും കമ്മിറ്റി വിളിച്ചു വരുത്തി ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി അലൈൻമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഒരാരാധനയോ ഒരു വ്യാപാര സ്ഥാനങ്ങളോ ഒരു ടൗണോ ഒരു അമ്പലമോ ഒരു പള്ളിയോ സ്കൂളോ ഒന്നും പോകാത്ത തരത്തിൽ പുതിയ അലൈൻമെൻറ്റ് കൊണ്ടുവന്നു. ആ അലൈൻമെൻറ്റ് അപ്രൂവ് ചെയ്തു. ആ അലൈൻമെൻറ്റ് അംഗീകരിച്ച് വരുമ്പോഴേക്കും ആ പദ്ധതി നടപ്പാകുമ്പോൾ ഈ മലയോര ജില്ലയിലുണ്ടാകുന്ന വലിയ വികസനമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലി വരെ പോകുന്ന പുതിയ ഹൈവേ, അതുപോലെ
പാസ്പോർട്ട് സേവാകാന്തിന് ഇവിടെ യാഥാർത്ഥ്യമാക്കി. FM പത്തനംതിട്ടയ്ക്ക് സ്വന്തമായി FM റേഡിയോ സ്റ്റേഷൻ കൊണ്ടുവന്നു. അങ്ങനെ ഓരോ കളിക്കളങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് എത്രയോ ഉറുപ്പികയുടെ കളിക്കളം ദേശീയ നിലവാരത്തിലുള്ള കളിക്കളങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ നിരവധിയായ പദ്ധതികൾ, കോടിക്കണക്കിന്. ഇവിടെ ജലജീവൻ മിഷൻ കേന്ദ്ര പദ്ധതിയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ വിഹിതം മേടിച്ച് പദ്ധതി നടപ്പാക്കുന്നു. മറ്റേ വിഹിതം കടലാസി മാത്രമേ ഉള്ളൂ. ഇവിടെ 3669 കോടി ഉറുപ്പികയാണ് ഇവിടുത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഈ ജലജീവൻ മിഷനിൽ ഇവിടെ കൊണ്ടുവന്നത്. അതിൻ്റെ 45% കേന്ദ്ര വിഹിതമാണ്. അതുപോലെ തന്നെ നഗര പദ്ധതികൾ, ഇവിടെ അർബൻ ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റിൽ എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ എല്ലാ മേഖലയിലും ഇപ്പം പ്രൈം മിനിസ്റ്ററുടെ ചികിത്സാ സഹായം മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് നമുക്ക് 100 കണക്കിന് ആളുകളെയാണ് ഓരോ മാസവും സഹായിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് ചികിത്സ ഇത് പരിധിപ്പെട്ട എങ്കിൽ പോലും കോടിക്കണക്കിന് ഉറപ്പിക രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്കുള്ള ചികിത്സാ പദ്ധതികൾ കൊണ്ടുവന്നു. ഇവിടുത്തെ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് അത് നാഷണൽ ഹെൽത്ത് മിഷനിലാണെങ്കിലും ഓരോ പദ്ധതികൾ വഴി ഹോസ്പിറ്റലുകളുടെ ഡെവലപ്മെൻറ്റ്, PH സെൻ്ററുകളുടെ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഈ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിക്കാൻ പോകുന്ന ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞ് 23,75,00,000 രൂപ 100% കേന്ദ്ര ഫണ്ടാണ്. അങ്ങനെയുള്ള നിരവധി പദ്ധതികളാണ് കൊണ്ടുവന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കെതിരെയാം കള്ളപ്രചരണം നടത്തുന്നവരുടെ ആ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം നൽകി എല്ലാ തവണയും എന്നെ വിജയിപ്പിക്കുന്നത്. ഈ വീണ ജോർജ് നമ്മുടെ ആറന്മുള, മുമ്പത്തെ പത്തനംതിട്ട സീറ്റിലെ, അതായത് ആറന്മുളയാണിപ്പം വരുന്നത്, അവരെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഭരണരംഗത്ത് അമ്പയെ പരാജയപ്പെട്ടു പോയി. ഒന്നും നടക്കത്തില്ല. ഇവിടെ ഹോസ്പിറ്റലുകളിൽ മരുന്നില്ല, സൗകര്യങ്ങളില്ല, ഡോക്ടർമാരില്ല. ഇവിടെ കോവിഡ് കാലഘട്ടത്തിൽ കാണിച്ച ഏറ്റവും വലിയൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത് ഈ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇവിടെ നാട്ടിൽ വന്ന ആളുകൾക്ക് തിരിച്ച് വിദേശത്ത് പോകാൻ കഴിയും. അപ്പം കോവിഡ് സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇവിടെ പിണറായിയുടെ ഫോട്ടോ വെച്ചൊരു പുതിയ സർട്ടിഫിക്കറ്റ് ഇവരുണ്ടാക്കി. ആ സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. ആ സർട്ടിഫിക്കറ്റോട് എയർപോർട്ടിൽ ചെന്നാൽ അവർ ഫ്ലൈറ്റ് കയറ്റി വിടും. 2.5 ലക്ഷം ആളുകളുടെ വിദേശത്ത് ഈ കോവിഡിന് ശേഷം തിരിച്ചു പോകാനുള്ളവരുടെ യാത്ര മുടങ്ങി എന്നുള്ളതാണ് ഇവിടെ നടന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ അവർക്ക് സൗജന്യമായി ലഭിക്കേണ്ട വൈദ്യ പരിപാലനവും ചികിത്സയും അത് ലഭിക്കാതെ പോയൊരു കാലഘട്ടമാണ്. ഇവിടെ CAG പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് ഏറ്റവും ഒരു ഗുരുതരമായ റിപ്പോർട്ടല്ലേ. കാലഹരണപ്പെട്ട മരുന്നുകളാണ് ഈ വകുപ്പ് മേടിച്ച് വിതരണം ചെയ്തത് എന്നുള്ളതല്ലേ. ഇതല്ലേ ഈ എല്ലാ 6 മാസം കൂടുമ്പോഴും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കോടമണി നടക്കുന്ന തീപിടുത്തം. അപ്പം മെഡിക്കൽ ആരോഗ്യരംഗത്ത് ഇവിടെ UDFൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കാണുന്ന നേട്ടങ്ങളല്ലാതെ, അതിൻ്റെ മേന് തടിച്ച് നടക്കുകയല്ലാതെ ഓരോ നേട്ടവും സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പുവരുത്താനോ മരുന്ന് ഉറപ്പുവരുത്താനോ അവർക്ക് ഇപ്പോൾ ഈ ഹെൽത്ത് കാർഡുകൾ അതിനുള്ള പണം സർക്കാർ കൊടുക്കാതെയായി. ഇപ്പം ഒരു ഹോസ്പിറ്റലും പാവപ്പെട്ടവർക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ലല്ലോ. ഇതല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഇത്ര ദയനീയമായി പരാജയപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാക്കി എന്നാണോ? കുത്തഴിഞ്ഞ പുസ്തകമാണ്. ഒന്നും നടക്കുന്നില്ല. അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ കിട്ടണ്ടേ? ഇപ്പം മെഡിക്കൽ കോളേജിലോ ജില്ലാ ആശുപത്രികളിലോ ചെന്നാൽ അവർക്ക് മരുന്ന് വേണ്ടേ? അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നവർക്ക് കുറിച്ച് കൊടുക്കുന്ന, പുറത്തേക്ക് ഹോസ്പിറ്റലിൽ കുറിച്ച് കൊടുത്താൽ 12 മരുന്ന് കുറിച്ച് കൊടുത്താൽ 9 ഇല്ലയെന്ന് ആരാ സാക്ഷ്യപ്പെടുത്തത്? അപ്പം ഇത് തന്നെയല്ലേ നമ്മുടെ സപ്ലൈകോ അടക്കമുള്ള പൊതുവിതരണ ശൃംഖലയിലും. അവിടെ പാവപ്പെട്ടവൻ വാങ്ങിക്കുന്ന ഒരു സാധനവും ഇല്ലല്ലോ. താങ്കളുടെ മണ്ഡലത്തിൽ താങ്കളിപ്പം ഇലക്ഷന് പത്തനംതിട്ട സീറ്റിൽ പരിഗണിക്കപ്പെടുകയാണെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലമാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പൂഞ്ഞാറിലും അതേപോലെ കാഞ്ഞിരപ്പള്ളിയല്ലേ, പിന്നെ പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിലും LDF ആണ് വൻ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. ഇതെങ്ങനെ താങ്കളെ ബാധിക്കും? ഒരു തരത്തിലും ബാധിക്കില്ല. അന്ന് വോട്ട് ചെയ്തവർ നിരാശരാണ്. അവരുടെ തിരിച്ചടി ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ കാണാം. ഈ 7 അസംബ്ലി മണ്ഡലത്തിലും 10,000 കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരിക്കും എനിക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാൻ ഈ മണ്ഡലം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. എനിക്ക് ജനങ്ങളുടെ ടെൻഡറിൽ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഈ ഇലക്ഷൻ താങ്കൾ ഉന്നയിക്കാൻ പോകുന്നത്? ഒന്ന്, കാർഷിക മേഖല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷ ആളുകൾ കൃഷിക്കാരാണ്. റബ്ബറാണ് ഏറ്റവും മുഖ്യമായ ഇനം.
ഈ പത്തനംതിട്ട ജില്ലയിലെ മൊത്തമുള്ള അഗ്രികൾച്ചർ ലാൻഡിൻ്റെ 80% റബ്ബർ കൃഷിയാണ്. ആ റബ്ബർ കൃഷിക്കാർക്ക് 1 കിലോ റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ്. 250 രൂപയെ അവർ പറഞ്ഞിരുന്ന മിനിമം പ്രൈസ്. വർഷം 7.5 കൊടുത്തോ 250 രൂപ. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്നപ്പോൾ നടപ്പാക്കിയതാണ് 150 രൂപ അടിസ്ഥാന വിലയായി നിശ്ചയിച്ചുള്ള ബേസ്, അതിൽ കുറവുള്ള വില കൃഷിക്കാരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പദ്ധതി. 9 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ ചെയ്തത് എന്താ? ഈ സൈറ്റ് ബ്ലോക്ക് ചെയ്തു. സൈറ്റ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഇത് ആളുകൾക്ക് അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കൃഷിക്കാരെ വഞ്ചിച്ചു. പിന്നെയുള്ളത് നെൽകൃഷിയാണ്. നെൽകൃഷിക്കാർക്ക് അവർ കടം വാങ്ങി അവരെ ജീവിതത്തിനും മരണത്തിനിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ പോകുന്ന ആളുകളാണ്. അവരെ കടം വാങ്ങി കൃഷി ചെയ്ത നെല്ല് സംഭരിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കണ്ടേ? കഴിഞ്ഞ ചിങ്ങമാസം 1-ാം തീയതി ഞങ്ങളെല്ലാം ഈ കൃഷി ആഫീസിൻ്റെ മുന്നേ ഞങ്ങളെല്ലാം കൃഷിക്കാരുടെ കൂടെ സത്യാഗ്രഹം ഇരിക്കുക, പട്ടിണി സമരം ഇരിക്കുക. അവർക്ക് പൈസ കൊടുത്ത 2 കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തില്ലേ? ആത്മഹത്യ ചെയ്ത വിഷം കഴിച്ച കൃഷിക്കാരനെ കൊണ്ട് ഈ കുട്ടനാട്ടിൽ നിന്ന് ആദ്യം ഓടിയത് തൊട്ടടുത്തുള്ള വണ്ടാനം അപ്പർ കുട്ടനാട്ടിൽ നിന്ന് പോയത് മെഡിക്കൽ കോളേജിൽ. ആ വീട്ടുകാർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മളോട് പറയാണ്, അവിടെ ചെന്നപ്പോഴത്തേന് ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇവിടെ ഇതിനുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ആവശ്യമായിട്ടുള്ള മരുന്നുകളില്ല, നിങ്ങൾ ഇതിന് സ്വകാര്യ ആശുപത്രി കൊണ്ടുപോകാൻ. അവിടെ നിന്ന് ഓടി ഈ ആളെ കൊണ്ട് തിരുവല്ല മെഡിക്കൽ മിഷനിൽ വന്നു. വണ്ടി വന്നപ്പോഴത്തേന് ഗുരുതരമായി ICUവിലായി വെന്റിലേറ്ററായി ആൾ മരിച്ചു. സമയത്ത് ചികിത്സ കിട്ടിയിരുന്ന ഈ ആൾ ജീവിക്കുമായിരുന്നെന്ന് വീട്ടുകാർ പറയുമ്പോൾ എന്താ നമ്മുടെ മെഡിക്കൽ കോളേജ്, എന്താണ് നമ്മുടെ ചികിത്സാരംഗം? ആർക്കാണ് ഇവിടെ? ഭാഗ്യമുള്ളവർക്ക് ജീവിക്കാം, അല്ലാത്തവർ മരിച്ചു പോകും. സമയം നല്ലതാണെങ്കിൽ ജീവിക്കാം, അതല്ലേ ഉള്ളൂ. അല്ലാതെ ഈ സർക്കാരിൻ്റെ സഹായം കൊണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ചികിത്സ കൊണ്ടോ ആരെങ്കിലും രക്ഷപ്രാപിക്കുമെന്നും ജീവിക്കുമെന്നും ഇവിടെ കരുതുന്നുണ്ടോ? കുട്ടികളെ സ്കൂളിൽ വിടാനിപ്പോൾ ആളുകൾക്ക് പേടിയില്ലേ? ഞാൻ ഇവിടെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ചെന്നപ്പോൾ അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ കൃത്യം ക്ലാസ്സുകളിൽ പോയി ഞങ്ങൾ പഠിക്കേണ്ട ഭാഗം പറയും, ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയത്തില്ല, അവരെ തിരുത്താൻ ശ്രമിക്കത്തില്ല. ക്ലാസ്സിൻ്റെ ഇടയിൽ നിന്ന് കുറേ ആളുകളൊക്കെ എഴുന്നേറ്റ് ബാത്റൂമിലാണെന്ന് പോകുന്ന കാണാം. ഇതൊക്കെ പോകുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജീവനിൽ ഭയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിനുമില്ല. ഞങ്ങൾ കൃത്യം ഞങ്ങളുടെ ജോലി ചെയ്ത് തിരിച്ചു വരികയാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി അതിലേക്ക് പരിമിതപ്പെട്ടു. അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾ കുട്ടികൾക്കുള്ളൊരു അവരെ കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യും, തെറ്റ് തിരുത്തേണ്ടടുത്ത് തെറ്റ് തിരുത്തും. അവരുടെ സ്വഭാവ രൂപവൽക്കരണം എല്ലാം ശ്രദ്ധിച്ചിരുന്ന സമയത്തുനിന്ന് ഞങ്ങൾ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി എന്ന് ഒത്തിരി അധ്യാപകരിരുന്നൊരു കൂട്ടായ്മയിൽ അവർ പറയും. എവിടേക്കാണ് കേരളം പോകുന്നത്? ഈ കേരളത്തെ തലമുറകളെ പോലും തകർത്തില്ലേ? ആകെ കേരളം പിടിച്ചു നിന്നത് വിദ്യാഭ്യാസം കൊണ്ടാണ്. കാരണം പഠിച്ച ആളുകൾ ഈ കേരളം വിട്ട് ഓടി രക്ഷപ്പെട്ടു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും പോയി ജീവിതം കരിപ്പിടിപ്പിച്ച ആളുകളുടെ കൊണ്ടാണ് ഇന്ന് കേരളം ജീവിക്കുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസം പോലും തകർത്തിട്ട് ഇവരോട് ആരാണ് മാപ്പ് കൊടുക്കുക? ചരിത്രം പോലും ഇവർക്ക് മാപ്പ് കൊടുക്കില്ല. ഈ സമരാഗ്നി ജാഥ ഈ ഇലക്ഷന് എത്രമാത്രം ഗുണം ചെയ്യും താങ്കൾക്ക്? സമരാഗ്നി ജാഥ ഈ സർക്കാരിനെതിരെയുള്ളൊരു കുറ്റപത്രമായിരുന്നു. എന്താണ് ഈ ഗവൺമെൻറ് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമെന്ന് ജനങ്ങളെ അറിയിക്കാൻ ഈ സമരാഗ്നിക്ക് കഴിഞ്ഞു. സമരാഗ്നി വലിയ വിജയമായിരുന്നു. അതിൻ്റെ പ്രതിഫലനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുണ്ടാകും. ഈ ഇലക്ഷനോടനുബന്ധിച്ചുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം അതിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. തുടക്കം, അതായത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. യാതൊരു പ്രയാസവും ഇലക്ഷൻ ഉണ്ടാവില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. താങ്കൾ ആ സമരാഗ്നി ജാഥയിൽ KPCC പ്രസിഡന്റായി K. സുരേന്ദ്രൻ്റെ പേരാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ടങ് സ്ലിപ്പ് ആർക്കും ഒരു നാക്കുവഴി ഉണ്ടാകും, അല്ലാതെ അതൊരു നാക്കുവഴിയാണ്. ഞാനതിന് ഖേദം പ്രകടിപ്പിച്ചു. അതൊരു നാക്കുവഴ മാത്രം, അതിലൊന്നും കാര്യമൊന്നുമില്ല. അതായത് താങ്കൾ പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി, താങ്കളുടെ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണമുണ്ട്. എന്താണ് താങ്കൾ ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒരു 15 മിനിറ്റ് എടുത്ത് ഇവിടെ പറഞ്ഞു തീർന്നില്ല. പകുതി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഒരു ദിവസം കൂടെ പറയേണ്ടി വരും. അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ആളാണ്. ഡിബേറ്റുകൾ പങ്കെടുത്തിയ ആളാണ്. ചർച്ചകളിൽ പങ്കെടുത്തിയ ആളാണ്. കേരളത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പാർലമെൻറ്റിൽ ഉന്നയിച്ച വ്യക്തിയാണ്. എൻ്റെ പാർലമെൻ്ററി പെർഫോമൻസ് ആകട്ടെ, ഈ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളാകട്ടെ, അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇവിടെ പത്തനംതിട്ടയിലെ എന്ന് പറയുന്ന പ്രവാസികളുടെ ജില്ലയാണ്. ഒരു കുടുംബത്തിലൊരു നേഴ്സുണ്ട്. ഞാൻ നേഴ്സിംഗ് കൗൺസിൽ അംഗമായി ഞാൻ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്നെ കാണാൻ വന്ന അവർ പറയുന്നത് കേട്ട് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം അതല്ല. അവർ പറയുന്ന അവരെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ ബോണ്ട് സമ്പ്രദായം എന്ന് പറഞ്ഞ സമ്പ്രദായത്തിൽ കുരുക്കി പഠിത്തം കഴിഞ്ഞാൽ 3-4 വർഷം അവരെ നിർബന്ധമായി ശമ്പളമില്ലാതെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യിക്കുന്നു. അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവിടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാതെ അവരോട് ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നു. കുടുംബം ജപ്തിയാകുന്നു.
ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറയുന്നിടത്തുനിന്നാണ് ഞാനാണ് നേഴ്സിംഗ് കൗൺസിൽ അംഗം എന്ന നിലയിൽ ബോണ്ട് സമ്പ്രദായം നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയത്. അവരുടെ സാമൂഹ്യ സുരക്ഷിതത്വം, അവരുടെ ആരോഗ്യ സുരക്ഷിതത്വം, അവരുടെ മിനിമം വേതനം, ഇക്കാര്യത്തിലെല്ലാം തീരുമാനമെടുത്ത് ആ തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടന്നപ്പോൾ ഞാൻ ആ കുട്ടികളുടെ കൂടെ പോയി സമരം ഇരുന്ന ആളാണ്. സത്യാഗ്രഹ ഹോസ്പിറ്റലിൽ പിന്നെ പോയി സത്യാഗ്രഹം ഇരുന്ന് അവരെ കൊണ്ട് സമരം തീർപ്പിച്ച ആളാണ്. അതിലൊരു സമരം ഓർക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം മുംബൈയിൽ നടന്ന ഒരു സമരമാണ്. ആ സമരം നടക്കുന്ന ഹോസ്പിറ്റൽ 30 ദിവസം മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ബൈപ്പാസ് സർജറി നടത്തിയ ഹോസ്പിറ്റലാണ്. അവിടെയാണ് സമരം നടക്കുന്നത്. അപ്പം അവിടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി സമരം നടക്കുമ്പോൾ ഞാൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തുന്നു. പോകുന്നതിന് മുമ്പ് യാദൃച്ഛികമായി അന്നത്തെ മഹാരാഷ്ട്ര ഗവർണർ ശങ്കരനാരായണൻ അവരുകളെ ഞാൻ ഡൽഹിയിൽ വെച്ച് കാണുന്നു. ഞാൻ പറഞ്ഞു, മഹാരാഷ്ട്രയ്ക്കാണ് പോകുന്നത്, ഇങ്ങനെ ഒരു സമരത്തിനാണ് പോകുന്നത്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. കോടതി ഉത്തരവുണ്ടായിട്ടും ഗവൺമെൻറ് ഉത്തരവുണ്ടായിട്ടും അത് വയലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അവരുടെ ബോണ്ട് അവസാനിപ്പിക്കാതിരിക്കുകയും അവരെ ചൂഷണം ചെയ്യുന്നതിനെതിരാണ് സമരം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് പോകും. അവിടെ ചെന്നു സത്യാഗ്രഹം, ഞാൻ അവരോട് സത്യാഗ്രഹത്തിൽ പങ്കാളിയായി. ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഗവർണർ ചെയ്തത് അവിടുത്തെ ആരോഗ്യമന്ത്രിയെ നേരെ രാജ്ഭവനെ വിളിപ്പിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ കോടതി പറഞ്ഞ കാര്യം പിന്നെ നേഴ്സിംഗ് കൗൺസിൽ പാസ്സാക്കിയ കാര്യം നിങ്ങളൊന്നും നടപ്പാക്കുന്നില്ല, നിങ്ങളെക്കൊണ്ട് നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയണമെന്ന് പറഞ്ഞു. അന്ന് ഗവൺമെൻറ് തീരുമാനമെടുത്ത് നടപ്പാക്കി ആ സമരം അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അതിന് പോസിറ്റീവായി ചിന്തിച്ച ഒരാൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ താങ്കൾക്ക് കിട്ടില്ല എന്ന് പറയുന്ന വലിയ പ്രചരണം, BJPക്ക് പോകും, അതിന് PC ജോർജാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് പറയുന്ന ഒരു വലിയ പ്രചരണം, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് മണിപ്പൂരിൽ ഇത്രയും ദേവാലയം കത്തിക്കുകയും ഇത്രയും ആളുകളെ വേട്ടയാളുകയും ചെയ്യുന്നതിൻ്റെ ഒരു നന്ദി പ്രകടനമായിട്ട് BJPക്കാർ പറയുന്നതായിരിക്കും. കാരണം ഞാൻ ഈ ക്രൈസ്തവ ദേവാലയങ്ങളുടെ അക്രമത്തിനെതിരെ പാർലമെൻറ്റിൽ നിരവധി തവണ സംസാരിച്ചിട്ടുള്ള 2018 ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുമ്പോൾ 418 ദേവാലയങ്ങൾ ഈ സംഘപരിവാറും അവരോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ നടത്തിയതിനെക്കുറിച്ചാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്. ഈ 2023 പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഈ ഒറ്റ വർഷം തന്നെ 2028 ദേവാലയ ആക്രമണങ്ങളാണ്, പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ ആക്രമണങ്ങളാണ്, ക്രൂരമായ ആക്രമണങ്ങളാണ്, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. അതിനുശേഷമാണ് മാർച്ചിലാണ് മണിപ്പൂർ വരുന്നത്. മണിപ്പൂർ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അവന് പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ അവനൊരു സ്ഥാപനം നടത്താനോ കഴിയാത്ത തരത്തിൽ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന ഇവർക്കാണ് ക്രൈസ്തവർ വോട്ട് ചെയ്യുന്നതെന്ന് ആരോടാണ് പറയുന്നത്? അത് പറയാനുള്ള തൊലിക്കട്ടിയാണ് അതിൻ്റെ ഏറ്റവും സമ്മതിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഒരു പാർട്ടിയിലെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണ്, താങ്കൾ ഗ്രൂപ്പ് കളിക്കുകയാണ് ഇപ്പോഴും എന്ന് പറയുന്ന ആരോപണമാണ് ഇപ്പം നമ്മുടെ തോമസ് ഐസക് പറഞ്ഞത്. എന്താണ് എനിക്ക് പറയാം? എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പില്ലാത്ത ഒരാളാണ് ഞാനെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എൻ്റെ ഗ്രൂപ്പ് നല്ല കാര്യം ചെയ്യുന്നവരും നന്നായി പ്രവർത്തിക്കുന്നവരും. ഇപ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പില്ല എന്നാണ് പറയുന്നത്. എനിക്കൊരു ഗ്രൂപ്പും ഇല്ല, ഞാൻ ഒരു സ്പോൺസർഷിപ്പിലും അല്ല. ഞാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം നിൽക്കുന്നു. അതിൽ നല്ല കാര്യം ചെയ്യും, നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ഗ്രൂപ്പാണ്. താങ്കൾ എത്ര വോട്ടിന് പ്രാവശ്യം വിജയിക്കും? അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ജനങ്ങളുടെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം ഇന്നുവരെ കിട്ടാത്തൊരു ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ എത്ര സീറ്റ് UDF നേടും? 20 സീറ്റും ജയിക്കും. രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം മത്സരിക്കുമോ? രാഹുൽ ഗാന്ധി മത്സരിക്കും. ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ? ഉറപ്പായിട്ടും വരും. കാരണം വരില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആരാണ്? ഈ മോദി ഗവൺമെൻറ് വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന മാധ്യമങ്ങളാണ്. അപ്പം അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 45 മാധ്യമങ്ങൾ, പ്രിൻ്റഡ് മീഡിയയും വിഷ്വൽ മീഡിയയും ഒരു കോർപ്പറേറ്റിനെ കൊണ്ട് വിലക്കെടുപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഴുവൻ മൂടി കിട്ടിയിരിക്കുകയില്ലേ. എന്നിട്ട് മോദി അധികാരത്തിൽ വരും. എങ്ങനെ അധികാരത്തിൽ വരാനാണ്? കഴിഞ്ഞ തവണ ഉത്തരേന്ത്യയിൽ ഒരു സീറ്റും ഇല്ലാതെ തൂത്തുവാരിയപ്പം അന്ന് 60% വോട്ട് കിട്ടി പാർട്ടികൾ ഇന്ന് ഒരുമിച്ചൊരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ മോഡി അധികാരത്തിൽ വരാനാണ്? ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല. പിന്നെ ആരാണ് ഇങ്ങർക്ക് വോട്ട് ചെയ്യുന്നത്? ഇവിടെ കൃഷിക്കാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? തൊഴിലില്ലാത്തവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? പാവപ്പെട്ട എന്തെങ്കിലും ഗുണം കിട്ടിയോ? വിലക്കയറ്റത്തിന് പരിഹാരം ഉണ്ടാക്കിയോ? ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും വാഗ്ദാനം പാലിച്ചോ? ഒന്നും ചെയ്യാതെ
ഈ കാപട്ടി പ്രചരണങ്ങൾ കൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. താങ്കൾ ജനങ്ങൾക്ക് ചെയ്ത സേവനവും അതേപോലെ സംശുദ്ധ രാഷ്ട്രീയവും അതിനാണോ കൂടെ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മുന്നണിയുടെ ബന്ധത്തിന് പ്രകാരമാണോ താങ്കൾക്ക് കൂടെ വോട്ട് കിട്ടുക? ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് അവരോടൊപ്പം അവരോട് എങ്ങനെ പെരുമാറുന്നു, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അവരോടൊപ്പം ഉണ്ടോ, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ, അതാണ് പ്രാധാന്യം. അതില്ലാതെ മറ്റതുകൊണ്ട് കാര്യമില്ല. അതും രണ്ടും കൂടെ ചേരുമ്പോഴാണ് നല്ല വിജയം ഉണ്ടാകുന്നത്. പിണറായി സർക്കാരിനെതിരെയുള്ള എതിർപ്പ് എത്രമാത്രം പ്രാവശ്യം വോട്ടാവും? എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യും? കാരണം കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മേല, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വില കൂട്ടി. അവിടെ പാലിന് ചെന്നാൽ അതിന് വില കൂട്ടി, ട്രാൻസ്പോർട്ടേജ് കയറാൻ ചെന്നാൽ അതിന് വില കൂട്ടി. അത് തന്നെ മിക്കവാറും ഇല്ല. പിന്നെ പെട്രോളിനും ഡീസലിനും അധിക നികുതി കൊണ്ട് ഓട്ടോറിക്ഷ കയറാൻ പറ്റത്തില്ല, ഒരു ബൈക്കിൽ പോകാൻ പറ്റത്തില്ല, ടാക്സിക്കാരന് കാർ ഓടിക്കാൻ പറ്റത്തില്ല, ഓട്ടോറിക്ഷക്കാരന് അത് ഓടിക്കാൻ പറ്റത്തില്ല. ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ വലയുന്നു. ഇവിടെ പിന്നെ ജനങ്ങളെ എങ്ങനെയെല്ലാം നികുതി ഭാരം കൊണ്ട് ചൂഷണം ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്നു. ജനങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നില്ല, വിധവകൾക്കോ പിന്നെ വാർദ്ധക്യകാലം കഴിയുന്നവർക്കോ പെൻഷൻ കൊടുക്കുന്നില്ല. ഇവിടെ പെൻഷനും കിട്ടാതെ, ഇവരുടെ ആനുകൂല്യങ്ങൾ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കിട്ടാതെയും മറ്റ് പെൻഷനുകൾ കിട്ടാതെ 1 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചുപോയി ചികിത്സ നേടാതെ. 1 ലക്ഷം പേര് മരിച്ചു. 1 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു. അപ്പം അങ്ങനെയുള്ള നാട്ടിൽ എന്തിനാണ് ഇവർ വോട്ട് ചെയ്യേണ്ടത്? ഇവർക്ക് കൊള്ളയടിക്കാനോ, ഇവർക്ക് പണം സമാഹരിക്കാനോ? അതിനുവേണ്ടിയാണോ ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? ഈ പാവപ്പെട്ട ആളുകളുടെ കാര്യം നോക്കണ്ടേ? കൃഷിക്കാർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നെൽകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, മറ്റ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? അപ്പം ഇതൊന്നും ഇല്ലാത്തൊരു ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യാൻ മാത്രം പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ഈ മുന്നണി ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, ഈ രാജ്യത്തെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഭരണഘടന നിലനിൽക്കണം. ഗാന്ധിജിയുടെ രാജ്യമാണ് ഇന്ത്യ. മഹാത്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഈ രാജ്യത്ത് ഗാന്ധിജിയുടെ ഇന്ത്യ നിലനിൽക്കണം, ഗോഡ്സെയുടെ ഇന്ത്യ തകരണം. അങ്ങനെ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം, അതോടൊപ്പം എന്നെയും വിജയിപ്പിക്കണം. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ആൻ്റോ ആൻ്റണിയാണ് നമ്മളോടൊപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.